രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യം ചോർത്തി നൽകിയെന്ന ആരോപണത്തിൽ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അതീവ രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്ന് ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിംഗ് കമാൻഡർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അറസ്റ്റിലായതെന്ന് വ്യോമസേന വൃത്തങ്ങൾ സ്ഥിരീകരിച്ചെങ്കിലും ഉദ്യോഗസ്ഥന്റെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഗുരുതരമായ വിവരച്ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും വ്യോമസേനയുടെ ഇന്റലിജൻസ് വിഭാഗവും ചേർന്നാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. വ്യാജ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വഴിയോ വിദേശ ഏജന്റുമാർ വഴിയോ ഉള്ള ഹണി ട്രാപ്പ് അല്ലെങ്കിൽ പണമിടപാടുകളാണ് ഇതിന്റെ വിവരങ്ങളാണ് ചോർത്തലിലേക്ക് എത്തിച്ചതെന്നാണ് സംശയം. ഉദ്യോഗസ്ഥന്റെ ഡിജിറ്റൽ ഉപകരണങ്ങളും മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണയും വാതകവും വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ഉയർന്ന താരിഫ് ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ഉപരോധ ബില്ല് US സെനറ്റ് പാസാക്കി. ലിൻസയോ ഗ്രഹാം സാങ്ഷനിൽ റഷ്യ ആൻഡ് ഇറാൻ ആക്ട് ഓഫ് 2026 എന്ന ബില്ല് സെനറ്റിൽ വൻ ഭൂരിപക്ഷത്തിലാണ് പാസ്സായത്. 86 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ എതിർത്തത് 11 പേർ മാത്രമാണ്. റഷ്യൻ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ പരമാവധി 100% വരെ താരിഫ് ചുമത്താൻ US പ്രസിഡന്റിന് അധികാരം നൽകുന്ന ബില്ലാണിത്. റഷ്യയ്ക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നീക്കം. ബില്ല് നിലവിൽ വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ടെക്സ്റ്റൈൽസ് തുടങ്ങിയവയുടെ US-ലേക്കുള്ള കയറ്റുമതിയെ സാരമായി ബാധിക്കും.